ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് യൂണിറ്റ് 3 ആണ് നോക്കുന്നത്. അതിൻ്റെ പേരാണ് മണി മാറ്റേഴ്സ്. ഇതിനകത്ത് എന്താണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നതെന്ന് ഇതിൻ്റെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് റിഗാർഡിങ് മണി ഓർ മണി മാറ്റേഴ്സ്. ഈ മണി മാറ്റേഴ്സിൽ നമ്മൾ ഇടപെടുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന വൊക്കാബുലറി ഏതൊക്കെയാണ്, ഏതൊക്കെ വേർഡ്സ് ആണ്, സിമ്പിൾ ടേംസ് പറഞ്ഞ ഏതൊക്കെ വേർഡ്സ് ആണ്, ഏതൊക്കെ സെൻറ്റൻസസ് ആണ്, ഏതൊക്കെ മണി ലെൻഡിങ് ചാനൽസ് ആണുള്ളത്, അല്ലെങ്കിൽ മണി മേക്കിംഗ് ചാനൽസ് ആണുള്ളത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇതിനകത്തൂടെ പഠിക്കേണ്ടത്. ഇതിൻ്റെ പ്രോസസ് ഓഫ് മണി മേക്കിംഗ് അല്ലെങ്കിൽ മണി ലെൻഡിങ് അതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. വൊക്കാബുലറി മാത്രമാണ് ഈ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നും കണ്ടൻസ് എന്നും ഒക്കെ മനസ്സിലാവാൻ പറ്റും. എന്താണ് പ്രോസസ്സ്, മണി ലെൻഡിങ് എന്താണ്, മണി മേക്കിംഗ് എന്താണെന്നൊക്കെ നമുക്ക് ഒന്നറിയാൻ പറ്റുന്നതും കൂടിയുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം. In this unit, we will acquaint you with vocabulary pertaining to financial matters. Financial matters ആയിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ടേംസ്, വേർഡ്സ്, സെൻറ്റൻസസ്, അതിൻ്റെ ബേസിക്സ് ഒക്കെ ഇതിനകത്തൂടെ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് കൺവേ ചെയ്യപ്പെടുന്നു. ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിസ്കസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫിനാൻസ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എല്ലാവരും നമ്മുടെ ലൈഫിൽ ഡീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ അതിൽ ഡീൽ ചെയ്യുമ്പോൾ പല പല ടേംസ് നമ്മൾ പറയത്തില്ല, നമുക്ക് അതിൻ്റെ ടേംസ് അറിയണ്ടായിരുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു. അപ്പോൾ അങ്ങനൊരു നമുക്കൊരു നിസ്സഹായാവസ്ഥ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനത്തെയൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, enable comprehension of share bulletins, brochures or bonds, equities, insurance schemes. നമുക്ക് ഫാമിലിയർ ആണ് ഇൻഷുറൻസ് പോളിസി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫാമിലിയർ ആണല്ലേ. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡിയാണ്. ഓക്കെ, ഹെൽപ്പ് യു ടു. അതുപോലെ നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കും ലാംഗ്വേജിലൊക്കെ, പക്ഷെ നമ്മളൊരു ബാങ്കിൽ ചെല്ലുക അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഫോം തരിക, അത് ഫില്ല് ചെയ്യാൻ പലർക്കും എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു ഫോം കിട്ടുക, ഒരു ബേസിക് ടൈപ്പ് ഓഫ് ഫോം കിട്ടുക, എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക, പേര് എഴുതുക, അക്കൗണ്ട് നമ്പർ എങ്കിൽ അക്കൗണ്ട് നമ്പർ, ബാങ്കിൽ ചെല്ലുന്ന കാര്യം ഞാൻ പറയുന്നത്, അക്കൗണ്ട് നമ്പർ എഴുതുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫാമിലിയർ ആക്കി തരും ഈ ചാപ്റ്ററോട്. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ഫോർ എവറി വൺ. മേക്ക് യു അവെയർ ഓഫ് ദ കണ്ടീഷണൽ ക്ലോസ് ആൻഡ് ഡിസ്യൂസ്. പിന്നെ അതുപോലെ വേറൊരു ഗ്രാമാറ്റിക്കൽ പോർഷൻ ഉണ്ട് ഇതിനകത്ത്, ഒരു ചെറിയൊരു ഗ്രാമർ പാർട്ട്, അത് കണ്ടീഷണൽ ക്ലോസും അതിൻ്റെ യൂസേജുമാണ് പറയുന്നത്. നമുക്ക് എന്താണെന്ന് ചാപ്റ്ററിലൂടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു വാമപ്പ് സെഷനിൽ ഇതിൻ്റെ ഒരു ഓഡിയോ, ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. ഒരു ഓഡിയോ ലിസൺ ചെയ്തിട്ട് നിങ്ങൾ അത് വളരെ ലിസൺ ചെയ്യാൻ മാത്രമല്ല നന്നായിട്ട് ഒബ്സർവ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം, അതിനെ കുറച്ച് ടാസ്ക് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരൊക്കെയാണ് സ്പീക്കേഴ്സ്, എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ആ ഒരു ഓഡിയോ ഒരു വട്ടം ഒന്ന് വായിക്കാം. ഓക്കെ, ഒരു ഷോർട്ട് കോൺവെർസേഷൻ ആണ് ആദ്യം തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ഓൾ ദിസ് ഷെയർ ആൻഡ് ബോണ്ട് ബിസിനസ്? ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. In our time, we used to simply buy gold and keep it in our lockers. We would sell it and we needed money. I sold some of my wedding jewelry to buy this house and pay for your father's education. Okay. ഇതെന്താണ്, ഇതിപ്പോൾ ഒരു കുട്ടിയോട് പറയുന്നതായിരിക്കാമെന്ന് നമ്മൾ ഈ ഷോർട്ട് പാരഗ്രാഫ് വായിച്ച ശേഷം നമുക്ക് മനസ്സിലാക്കും. ബിക്കോസ് എന്താണ്, ഞാൻ നിന്റെ അച്ഛനെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡ് വിറ്റ ശേഷമാണ് ആ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതിലേക്ക് സ്പെൻഡ് ചെയ്തതെന്ന് പറയപ്പെടുകയാണ്. അപ്പോൾ ആരാണ്, ഒബ്വിയസ്ലി ചിലപ്പോൾ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് ഡോട്ടറോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ജിസ്റ്റ് കിട്ടി അല്ലേ. കൂടുതലും മണി മാറ്ററിനെ പറ്റിയാണ് അത് സംസാരിക്കുന്നത്. അതിനകത്ത് പല കാര്യങ്ങളല്ലേ, എന്താണ് ഇൻവെസ്റ്റ്, അതുപോലെ മണി, അതുപോലെ എന്താണ് സോൾഡ് മണി ഫോർ സോൾഡ് ഗോൾഡ് ഫോർ മണി എന്നൊക്കെ പറയുന്നതിനകത്ത് മണി ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഷോർട്ട് പാരഗ്രാഫ് വായിച്ച ശേഷം അതിനെ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, you may listen to the audio many times. Please note the text of the audio have been provided in the answer section ആണ്. എന്നിട്ട് എന്താണ് സ്പീക്കേഴ്സ് ആരാണെന്ന് പറയണം. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സ്പീക്കേഴ്സ് ആരൊക്കെയാണെന്നും എന്തിനെക്കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഒരു പാസേജും കൂടിയുണ്ട്, അത് നിങ്ങൾ വായിച്ചിട്ട് ഇതുപോലെ ഞാൻ കണ്ടെത്തിയ പോലെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഞാൻ എത്ര പെട്ടെന്നാണ് കണ്ടെത്തിയത് അതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വണ്ണിലെ ആൻസർ ഞാൻ പറയാം. സ്പീക്കേഴ്സ് ആരൊക്കെയാണ്? ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ മുത്തശ്ശനും പേരക്കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശിയും പേരക്കുട്ടിയായിരിക്കും. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആൻസർ സെക്ഷൻ നിങ്ങളുടെ കയ്യിലും ഉണ്ട്, ഞാൻ അതിനകത്ത് നിന്ന് തന്നെയാണ് പറയുന്നത്. ദ പേരന്റൽ ഗ്രാൻഡ് മദർ ആൻഡ് എ ഗ്രാൻഡ് ചൈൽഡ് ഹു ഈസ് അവെയർ ഓഫ് മോഡേൺ ഡേയ്സ് സേവിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ്സ്. എന്താ, ഒരു മുത്തശ്ശിയും
അവരുടെ പേരക്കുട്ടിയും കൂടി സംസാരിക്കുന്നതാണ്. ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡിനെ പറ്റി. ഈ പൈസ കൊടുക്കുക, മേടിക്കുക എന്നൊക്കെ പറയുന്ന ട്രെൻഡിനെ പറ്റി ആ കുട്ടിക്ക് നല്ല ധാരണയുണ്ട്. അതിനെപ്പറ്റി സംസാരിച്ചതിന്റെ കൂട്ടത്തില് അവരവരുടെ മക്കളെ പഠിപ്പിച്ച വിശേഷമൊക്കെ അവരെങ്ങനെയാണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്തിരുന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ഇറ്റ് ഈസ് യുവർ ടാസ്ക് ടു റീഡ് ആൻഡ് കംപ്ലീറ്റ്. ഓക്കെ. ഇനി മാച്ച് ദ വേർഡ്സ് ഇൻ ദ കോളം വിത്ത് കറക്റ്റ് മീനിങ് ഇൻ കോളം ബി. നമുക്ക് ഇത് കുറച്ച് എ എന്ന് പറഞ്ഞ കോളത്തിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഷെയർ, ഇൻവെസ്റ്റ്മെന്റ്, റിബേറ്റ്, റിട്ടേൺ, ബോൺസ്, പ്രീമിയം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഈ വേർഡ് ഷെയർ എന്ന് പറഞ്ഞ വേർഡ് എന്തിനാണ് ബി കോളത്തിൽ ഏതിനാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ള ടാസ്ക്കാണ് നിങ്ങൾക്കുള്ളത്. അത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ, അതുപോലെ ബി കോളത്തിൽ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കമ്പനി, ഗവൺമെന്റ് പ്രൊവൈസിങ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, എമൗണ്ട് പെയ്ഡ് അറ്റ് ഫിക്സഡ് ഇന്റർവെൽസ് ബൈ ദി ഇൻവെസ്റ്റേഴ്സ്, മണി സേവ്ഡ് ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ, കൺസെഷൻ, ഡിസ്കൗണ്ട്, ഓണർഷിപ്പ് ഓഫ് ഈക്വൽ പാർട്സ് ഓഫ് എ കമ്പനി, ക്യാപിറ്റൽ വിത്ത് ദ പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ്. ഇത് ഇത്രയും വായിച്ചു ഇത് മനസ്സിലായി. ഷെയർ, ഞാൻ ഷെയറിന്റെ കാര്യമാണ് പറയുന്നത്. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഹിതം അല്ലേ? അതേതാണ് ഇതിന് മാച്ച് ആവുന്നത്? ഒബ്വിയസ്ലി ഓണർഷിപ്പ് ഓഫ് ഈക്വൽ പാർട്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനി, വലിയൊരു കമ്പനിയുടെ ഒരു ചെറിയൊരു ഭാഗം കിട്ടുന്നത് ഷെയർ കിട്ടി എന്ന് പറയുന്നത്. അതുപോലെ മറ്റതെല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണുള്ളത്. എങ്ങനെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എല്ലാ ഫിനാൻഷ്യൽ സംഭവങ്ങളെ പറ്റി ഡീൽ ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്താന്ന് കൊടുത്താൽ എന്താ, ഒരു മണി മേക്കിംഗ്, എങ്ങനെയാണ് പൈസ കൂടുതൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഇട്ട് FD എന്നല്ല ഞാൻ പറയുന്നത്, ഫിക്സഡ് എമൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്ത ശേഷം അതിങ്ങനെ ഇരട്ടിപ്പിക്കുക, ചിലപ്പോൾ നഷ്ടം വരിക, ചിലപ്പോൾ ലാഭം വരിക, വലിയ ലാഭം വരിക, ചെറിയ ലാഭം വരിക, അങ്ങനെയൊക്കെ പറയുന്ന ട്രെൻഡ് ഉണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ഒരു കുറെ 1-2 പാസേജസ് ആണുള്ളത്. ഓക്കെ. നമുക്ക് എന്താന്ന് നോക്കാം. സേവിങ് ഫോർ റെയിനി ഡേയ്സ് ആൻഡ് ഏജ് ഓൾഡ് കൺസെപ്റ്റ് എന്താണ്? നമുക്ക് നമ്മൾ പറയാം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം അല്ലേ? അതൊരു പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ? അത് പക്ഷെ ഒബ്വിയസ്ലി ഇത് ട്രൂത്ത് ആണ്. അപ്പം നോക്കാം. പീപ്പിൾ ഹു പുട്ട് അസൈഡ് എ ലിറ്റിൽ ക്യാഷ് റെഗുലർലി ടു ടൈഡ് ദംസെൽസ് ത്രൂ ടഫ് ടൈംസ് എസ്പെഷ്യലി ഇൻ ഓൾഡ് ഏജ് ആർ കൺസിഡർഡ് ടു ബി വൈസ് ആൻഡ് ഫാർ സൈറ്റഡ്. എന്താ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു എന്താണ് ഒരു മോട്ടോ വെച്ച് തന്നെ അങ്ങനെ നമുക്കുള്ള സമയത്ത് കുറച്ച് കുറച്ച് മാറ്റി മാറ്റി വെച്ചിട്ട് അത് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അവർ ഭയങ്കര ഫാർ സൈറ്റഡ്, ദീർഘദൃഷ്ടിയുള്ളവരാണ്, അല്ലെങ്കിൽ നല്ല വൈസ് ആൾക്കാരാണെന്ന് നമ്മൾ പറയും അല്ലേ? അത് ട്രൂ ആണ്. Nowadays, the idea of saving has changed vastly. It is no longer a simple matter of stashing away gold or buying a piece of land. There are professional fund managers. എന്താ ഇപ്പം അങ്ങനെ ശേഖരിച്ച് വെക്കുക, ഒരു ബുക്കിൻ്റെ ഇടയിൽ ഒരു പേഴ്സിൽ സൂക്ഷിച്ച് വെക്കാന്ന് ഉപരി പല പല ടൈപ്പ് ഓഫ് എന്താണ് മണി കീപ്പിംഗ്, അല്ലെങ്കിൽ മാനേജിങ് അവർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഒരു കോൺസെപ്റ്റ് വന്നു. അത് ചിലർക്ക് എന്തുണ്ട്, ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. നമ്മൾ സിനിമ ആൾക്കാർക്ക് ആക്ടേഴ്സിനൊക്കെ കണ്ടുള്ളൂ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, അവർക്ക് മാനേജേഴ്സ് ഉണ്ട്, അവരുടെ മണി മാറ്റേഴ്സ് എല്ലാം പോകുന്നത് അവരിലൂടെയാണ്. ഓക്കെ. അതുപോലെ തന്നെ പലർക്കും ഇങ്ങനെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ചാനൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ചാനൽ വരെ ഉണ്ട്. ഓക്കെ. There are professional fund managers, experts with specialized knowledge of investment options and financial markets who offer their services and invest make money in keeping with your needs and risk taking ability. Let us read the following passage to get an idea about the mutual funds. Okay, ഇത് മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവോൾവ് ആണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഫാമിലിയർ, കൊച്ചു കുട്ടികൾക്ക് പോലും ഫാമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ അവരുടെ കയ്യിരിക്കുന്ന പൈസ ഇരട്ടിപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ബ്രെയിൻ ഉള്ള കാലമാണ് നമ്മുടെ അല്ലേ? അപ്പോൾ അങ്ങനെ എന്തൊക്കെ തരം ഒരു ഫണ്ട് മാനേജിങ് ചാനൽസ് ആണ്, അല്ലെ ഫണ്ട് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ചാനൽസ് ആണുള്ളത് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ദ പവർ ഓഫ് മണി. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഡെഫിനിഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു റീഡ് ദ പാസേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ. Mutual fund is a corpus or a collection of funds received from various investors with the objective of investing in a certain
കാറ്റഗറി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കോർപ്പസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ തന്നെയാണ്. കളക്ഷൻ ഓഫ് ഫണ്ട്സ്, ഒരുപാട് അടുത്തുനിന്ന് വരുന്ന ഫണ്ട് കളക്ട് ചെയ്ത ശേഷം ഒരുപാട് വേരിയസ് ഇൻവെസ്റ്റേഴ്സിന് കളക്ട് ചെയ്ത ശേഷം ഒരു പർട്ടിക്കുലർ ഇടത്തേക്ക് ഇതെല്ലാം ഈ മണി എല്ലാം ചാനലൈസ് ചെയ്യപ്പെടുക. അത് ഈ മണി വരുന്ന പലരുടെ ആൾക്കാരുടെയും കയ്യിലായിരിക്കും. അപ്പൊ ഈ ചെല്ലുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആർക്ക്? ഈ വേരിയസ് ആൾക്കാർക്ക്, വിവിധ ആൾക്കാർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ. അപ്പം ഉദാഹരണത്തിന് ഞാന്, എന്റെ സഹോദരി, എന്റെ ബ്രദർ, എന്റെ അച്ഛൻ, അമ്മ എല്ലാവരും കൂടെ ചേർത്ത് എന്ത് ചെയ്തു, ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ കയ്യിലുള്ള പല പല എമൗണ്ട്സ് ആണല്ലോ, അതെല്ലാം കൂടെ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ, അല്ലെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ഈ കമ്പനി കൂടെ അതിന്റെ ഒരു ലാഭവിഹിതം തരും, അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതിനകത്ത് ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, an example കൊടുത്തിട്ടുണ്ട്. We are a group of 5 who have spent rupees 1000 each year. You give the total of 5000 to a fund manager who invests this corpus in a low risk scheme with 10% of return. കണ്ടോ, ഇതിനകത്ത് തന്നെ ഫിനാൻഷ്യൽ ടേംസ് ഒരുപാട് വരുന്നുണ്ടോ? ഫണ്ട് മാനേജർ, ലോ റിസ്ക് സ്കീം, 10% റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര പലിശ നമ്മൾ പറയത്തില്ലേ, അവിടെ ഇട്ടാൽ അവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് 10% കിട്ടുള്ളൂ, ഇവിടെ ഡിപ്പോസിറ്റ് ഇട്ടാൽ 8% കിട്ടും, അപ്പുറത്ത് ഇട്ടാൽ 15% കിട്ടും. അപ്പൊ നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ എയ്ഡ്സ് കൊടുക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ മറ്റേത് എങ്ങനെയാ? സൂക്ഷിച്ച് കയ്യിലും പൈസ വെക്കുകയായിരുന്നു, എന്നിട്ടൊരു എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങുമോ എടുക്കുമോ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, പ്രോപ്പർ ചാനലിലൂടെ ഫണ്ട് മാനേജിങ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണിത്. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് ഉണ്ട്. ഇക്വിറ്റി ഫണ്ടിനകത്ത് തന്നെ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്. ഇതൊക്കെ എന്തിനാണ്? നിങ്ങൾക്ക് ടേംസ് ഫെമിലിയർ ആക്കി വെക്കാനാണ്. കാരണം ഒരിക്കലും നിങ്ങൾ ആസ് ഇംഗ്ലീഷ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്, വേറൊരു സബ്ജക്ട്, ലെറ്റ് ഇറ്റ് ബി മലയാളം ഓർ ഹിന്ദി, സാൻസ്ക്രിറ്റ് മെയിൻ എടുത്ത കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിന്റെ ടേംസ് കേൾക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്താവാൻ പാടില്ല, പേടിപ്പെട്ട് പോവാൻ പാടില്ല. നിങ്ങൾ ഓക്കെ, ഐ ആം ഫെമിലിയർ വിത്ത് ദിസ് ടേം എന്നുള്ള ഒരു തോട്ട് മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റിൽ ഇങ്ങനെ ടോപ്പിക്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഡോണ്ട് ഗെറ്റ് അഫ്രൈഡ്. ഇനി അടുത്തത് എന്താണ്? ഈ ഇക്വിറ്റി ഫണ്ടിനകത്ത് തന്നെ എന്തൊക്കെയുണ്ട്? ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, സെക്ടറൽ ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അടുത്തൊരു ഫണ്ടാണ് ഡെപ്റ്റ് ഫണ്ട്. ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ഇൻവെസ്റ്റ് പ്രൈമർലി ഇൻ ദ ഡെപ്റ്റ് മാർക്കറ്റ്. ദ മ്യൂച്വൽ ഫണ്ട് ബിക്കം എ ലീഡർ and earns interest on the corpus of the money that it lends to the borrowers. The interest earned is then distributed among the investors of this fund. The risk fund is comparatively lower than equities. Some common types of debt funds are bond, gilt funds and liquid funds, etc. എന്താണ്? ഡെപ്റ്റ് മാർക്കറ്റിലേക്ക് ഇതിനെ കൊടുത്തിട്ട് ഈ മ്യൂച്വൽ ഫണ്ടുകാരൻ മാറും, ലീഡർ, അതായത് കൺട്രോൾ ചെയ്യുന്ന ആളായി മാറാം. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഈ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നതിനെ ഈ ബോറോവേഴ്സിനൊക്കെ വീതം വെച്ച് കൊടുക്കും. അതിനാണ് ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനിയും ഡെപ്റ്റ് ഫണ്ടിൽ തന്നെ എന്തൊക്കെയുണ്ട്? ഗിൽറ്റ് ഫണ്ട് ഉണ്ട്, ലിക്വിഡ് ഫണ്ട് ഉണ്ട്, ഇങ്ങനെ പലതരം ഫണ്ടുകളുണ്ട്. ഓക്കെ, പലതരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഓക്കെ, ഇപ്പം ഇതിനെല്ലാം, ഈ മ്യൂച്വൽ ഫണ്ടിനെല്ലാം ടു സം എക്സ്റ്റെന്റ് എന്തുണ്ട്? ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും ഇടിയാം, എപ്പോൾ വേണമെങ്കിലും താഴാം എന്നുള്ള ഒരു ചാൻസ് എപ്പോഴും പ്രിവെയിലിംഗ് ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ് നമ്മൾ ഇതൊക്കെ ഇൻ പ്രാക്ടിക്കാലിറ്റി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ചാൻസസ് ഒക്കെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ എനിക്ക് ലാഭം കിട്ടും, ചിലപ്പോൾ മിക്കപ്പോഴും എനിക്ക് നഷ്ടം ഉണ്ടാവാം എന്നൊരു തോട്ട് ഉണ്ടായാലേ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനത്തെ സ്റ്റേറ്റിലേക്ക് പോയി നമ്മൾ എന്തായി മാറും? ആ മണിയുടെ വാല്യൂ ഇടിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്പോയിൽ ആയിപ്പോൾ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നിരിക്കുന്ന പാസേജിനെ ഉള്ളൂ. ഡോണ്ട് ഗെറ്റ് അഫ്രൈഡ് ബൈ സീയിങ് ദ പാസേജ്. ഓക്കെ, make the following sentence, mark the following sentence as true or false. Passage വായിച്ച ശേഷം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ ഫണ്ട്, ട്രൂ ആണോ ഫോൾസ് ആണോ? The corpus is a total amount of money invested. കോർപ്പസ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് കോർപ്പസ് ഇസ് എ കളക്ഷൻ ആണ്, അല്ലെ? കളക്ഷനെയാണ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഫണ്ട് ക്യാരിയൂസ് ലോ റിസ്ക്, ഇക്വിറ്റി ഫണ്ട്സ് ക്യാരി ലോ, അങ്ങനെ ലോ റിസ്ക്, ട്രൂ ഓർ ഫാൾസ്, അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ആൻസർ ഞാൻ ഒന്ന് പറയാം.
അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ചാപ്റ്റർ എന്തുണ്ട്? അതിന്റെ ആൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ഇൻടു ഇറ്റ് ലേറ്റർ. ഇത് നിങ്ങൾ ജസ്റ്റ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ നമുക്ക് നോക്കിയേക്കാം ഒന്ന്. Okay, it is not here. You just read the it is here. First one എന്താണ്? True ആണ്. Second one എന്താണ്? First question എന്തായിരുന്നു? Mutual fund investors are like shareholders in a fund. Obviously true ആണ് അല്ലേ? Second one എന്താണ്? സെക്കൻഡ് വൺ നോക്കൂ. എ കോർപ്പസ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റഡ്. അതും ട്രൂ ആണ് അല്ലേ? ഒരു കളക്ഷൻ ഓഫ് മണിയാണ്. തേർഡ് വൺ എന്താണ്? ഇക്വിറ്റി ഫണ്ട്സ് ക്യാരി ലോ. ഒരിക്കലും അല്ല. ഇക്വിറ്റി ഫണ്ട്സ് എന്താണ്? റിസ്ക് ഉണ്ട്. ലോ റിസ്ക് അല്ല. ഹൈ റിസ്ക് തന്നെയാണിത്. അത് നമ്മുടെ ലക്ക് പോലെയും മാർക്കറ്റ് ട്രെൻഡിന് പോലെയൊക്കെ ഇരിക്കും. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർത്ത് വൺ ഈസ് ദ ഡെപ്റ്റ് ഫണ്ട്. ഡെപ്റ്റ് ഫണ്ട് ആർ സെയിം ആസ് ദ ബോണ്ട് ഫണ്ട്സ്. അത് ട്രൂ ആണ്. ഇങ്ങനെ ട്രൂ ഓർ ഫാൾസ് ട്രൂ ഓർ ഫാൾസ് ചെയ്യാൻ ഞാൻ ചാപ്റ്റർ കവർ ചെയ്യാം. നമുക്ക് അത്ര ടൈമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? പാരഗ്രാഫ് വായിച്ച ശേഷം കറക്റ്റ് ആയിട്ട് ഇത് ഫിൽ ചെയ്താൽ മതി. ഓക്കെ. ഇനിയും വാട്ട് ഈസ് മെൻ ബൈ ദ ടേം കോൾഡ് കോൾ മണി മാർക്കറ്റ്, അതിന്റെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അതേ ഉള്ളൂ. ഇനിയും ഈ ഒരു എക്സസൈസ് കൊടുത്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെ എന്തൊക്കെയായിട്ട് തരംതിരിക്കും? ഡെപ്റ്റ് ഫണ്ടായിട്ടും ഇക്വിറ്റി ഫണ്ടായിട്ടും. ഡെപ്റ്റ് ഫണ്ടിനെ എന്തൊക്കെയായിട്ട് തരംതിരിക്കാം? നമുക്ക് ബോണ്ട്, ഗിൽറ്റ് ഫണ്ട്, ഞാൻ പറഞ്ഞല്ലോ ലിക്വിഡ് ഫണ്ട്സ് ഒക്കെ ആയിട്ട് തരംതിരിക്കാം. മറ്റേത് ഇക്വിറ്റി ഫണ്ടിനെ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്, സെക്ടറൽ ഇക്വിറ്റി ഫണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ്. ഇനിയും അതുപോലെ ഇതിനകത്ത് കുറെ ഷെയർ പ്രൈസസ് സ്റ്റംബിൾ. സ്റ്റംബിൾ പറഞ്ഞാൽ എന്താ? ഡിസ്ട്രോയിങ്. ഇറ്റ് ഈസ് എന്താ? നശിച്ചുകൊണ്ടേയിരിക്കുന്നു. മാർക്കറ്റ് ടേൺസ് ബുള്ളിഷ്. മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കും. ഡൗൺവേർഡ് ട്രെൻഡ്. മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് തരംതിരിച്ച് എഴുതുക. ഇത് ഫുൾ ഇതെല്ലാം കൂടെ ഷെയർ പ്രൈസസിന്റെയും ആ ഒരു സൈഡും ഇപ്പം സെൻസസ് ഡ്രോപ്സിന്റെ ആ സൈഡും കൂടെ ചേർത്ത് കാറ്റഗറൈസ് ചെയ്ത് എഴുതുക. അത്രേ ഉള്ളൂ. റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് അടുത്തത്. ഇനി ലെറ്റ്സ് റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം ദ ആർട്ടിക്കിൾ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ദെൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. ഇനി ലൈഫ് ഇൻഷുറൻസ് പോളിസിയെ പറ്റിയുള്ള ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് പോളിസി വളരെ നല്ലതായ ഒരു കാര്യമാണെന്ന് ഞാൻ സമ്മറി പറയാണ്. ഫാമിലി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് പറ്റിയ സാധനമാണെന്ന്. അത് ഡെത്ത് കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ പല ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. നമ്മുടെ എന്താ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ പണം അടച്ചു കഴിഞ്ഞാൽ ചിലത് അങ്ങനെ മെച്യൂർ ആവുന്നുണ്ട്. ചിലത് ഈ ഇയർലി ഫണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അതിന് തക്ക മോഡിഫിക്കേഷൻസ് വന്നിട്ട് നമ്മുടെ ഫുൾ ലൈഫ് കവറേജ് എടുക്കുന്ന പ്രീമിയംസ് ഉണ്ടെന്നൊക്കെ പറയുന്ന സംഭവമാണ്. ത്രീ ബേസിക് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. എൻഡോവ്മെന്റ് പ്ലാൻ, ടേം ഇൻഷുറൻസ് പ്ലാൻ, ഹോൾ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ. ഞാൻ ഈ പറഞ്ഞ ഒരു 5 to 6 സെന്റൻസസ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഡെത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ അതുപോലെ എന്താണ് നമ്മുടെ ബിൽഡിങ്സിന്, അതുപോലെ നമ്മുടെ എന്താ ഫുൾ ഹോൾ ലൈഫ് കവറേജ് ഉള്ള പ്രീമിയം ഇൻഷുറൻസ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണ്? എൻഡോവ്മെന്റ് പ്ലാൻ ആണ്. അതുപോലെ എങ്ങനെയാണ് അതിന്റെ മണി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 1000 രൂപ അടച്ചാൽ ഇനി ചിലപ്പോൾ മെച്യൂർ ആവുന്ന വരെ ഒരു 1000 രൂപ അടയ്ക്കണ്ടായിരിക്കും. 200 രൂപയൊക്കെ മാസം. ഞാൻ 1000 രൂപയുടെ ഒരു ഫാമിലിയർ ആയിട്ടുള്ള അല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഐ എം ഗിവിംഗ് യു എക്സാമ്പിൾ. ഓക്കെ, 1000 രൂപയുടെ ഒരു പ്ലാൻ, ഒരു LIC പ്ലാൻ എടുത്താൽ അത് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് മെച്യൂർ ആയി ചിലപ്പോൾ 2000 രൂപയാവും. അപ്പോൾ ചിലത് എന്ത് ചെയ്യണം? 1000 രൂപ അടച്ചാൽ ഇൻ ബിറ്റ്വീൻ 100 ഒക്കെ അയച്ചാൽ ചിലപ്പോൾ അതൊരു 5000 to 10,000 ഒക്കെ ആയേക്കാം. അങ്ങനെ പല പ്ലാൻസും നമ്മുടെ ഫുൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയെ കോപ്പപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒന്നൊന്ന് ബൂസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള നമ്മൾക്ക് ഫിനാൻഷ്യൽ ഒരു എന്താണ് ഒരു ഫോള് വന്നാൽ, നമ്മൾ ഒരിക്കലും എപ്പോഴും കടക്കണിയിൽ പെട്ടാൽ, അല്ലെങ്കിൽ ഒരു കഷ്ടകാലം വന്നാൽ നമുക്ക് ഒന്ന് പിടിച്ചു കയറാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാസ്റ്റ് നമ്മുടെ പ്രസന്റ് ടൈമിൽ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിന് അത് ഗുണം വരും തക്കെയുള്ള പ്ലാൻസ് എവിടെയുണ്ട്? LICയിലുണ്ട് എന്നാണ് പറയുന്നത് ഇതിനകത്ത്.
എന്താണ് ആക്സിഡൻഷ്യൽ ഡെത്ത്, പാർഷ്യൽ ഡെത്ത്, ഡിസബിലിറ്റി, ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ്, അഗൈൻസ്റ്റ് ക്യാൻസർ, സ്ട്രോക്ക് ഡിസീസ് എക്സെട്ര, ഡബിൾ സം അഷ്വർഡ്, ഇതൊക്കെ തരത്തിലുള്ള പ്ലാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു എന്താണ് ഒരു ടൈപ്പ് ഓഫ് മണി, പ്രൊട്ടക്ടിങ് മണി അല്ലെങ്കിൽ സേഫ് ഗാർഡിങ് യുവർ മണി എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഫെമിലിയറൈസ് ചെയ്ത് തരുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ. മുമ്പലത്തെ പോലെ തന്നെ മാർക്ക് ആസ് ട്രൂ ഓർ ഫാൾസ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മാർക്ക് ആസ് ട്രൂ ഓർ ഫാൾസ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് നെസസറി ഫോർ എവറി വൺ. അത് നെസസറി ആണല്ലേ, എല്ലാവർക്കും നെസസറി ആണ്. ഫാൾസ്. പീപ്പിൾ ബൈ ലൈഫ് ഇൻഷുറൻസ് ടു ഏൺ മണി. പീപ്പിൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് മണി സമ്പാദിക്കാൻ, അല്ലെ മണി ഉണ്ടാക്കാനാണ്. അല്ല, അവരുടെ ഹോൾ ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയും ഓൾസോ എന്താണ് മണി മേക്കിങ്ങിനും ഒരു തുക കിട്ടുമല്ലോ. അല്ലെ ചിലത് ഇപ്പോൾ ഒരു ആക്സിഡന്റ്, ഒരു ഡെത്തിന്റെ ഒരു പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഭഗവാൻ സഹായിച്ചിട്ട് നമുക്കൊന്നും പറ്റിയില്ല, നമ്മുടെ ലൈഫിലൊന്നും ഒരു നെഗറ്റിവിറ്റി ഒന്നും സംഭവിച്ചില്ല, നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഒരു 100 വയസ്സിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഡെത്ത് ക്ലെയിം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് ഫോൾസ്. ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്നും ചെയ്യാം. ഇനി വൊക്കാബുലറി ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ പ്രീവിയസ് പാസേജ് യു റെഡ് എ നമ്പർ ഓഫ് ന്യൂ വേർഡ്സ്. പല ന്യൂ വേർഡ്സ് പഠിച്ചു. മ്യൂച്വൽ ഫണ്ട് പഠിച്ചു, ലൈഫ് ഇൻഷുറൻസ് പഠിച്ചു, ഇക്വിറ്റി ഫണ്ട് പഠിച്ചു, ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി പഠിച്ചു, പിന്നെ ഗിൽറ്റ് പഠിച്ചു. അങ്ങനെ പല വേർഡ്സ് പഠിച്ചു. സ്റ്റഡി ദം മോർ ക്ലോസ്ലി ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് അതർ മീനിങ്സ് ദേ ഹാവ് അപ്പാർട്ട് ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിനാൻസ്. ഇനി ഇതിന് പുറമെ ഫിനാൻഷ്യൽ ഒരു പെർസ്പെക്റ്റീവ് നമുക്കത് വേണം. ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് നമുക്ക് നമ്മുടെ ജനറൽ അവയർനെസ്സിന് വേണ്ടി. പക്ഷെ മോർ ദാൻ ദാറ്റ്, ഒരു ഇംഗ്ലീഷ് പേപ്പർ പഠിക്കുമ്പോൾ ജനറൽ ഇംഗ്ലീഷ് പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ വേർഡ് ആസ് സച്ച് ലിറ്ററൽ മീനിങ് ഓഫ് ദ വേർഡ് ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പം നോക്കാം. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് എന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പം മ്യൂച്വൽ എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാമാറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ആ ഒരു ലിറ്ററൽ പെർസ്പെക്റ്റീവിൽ പറയാം, മ്യൂച്വൽ ഒരു അഡ്ജക്റ്റീവ് ആണ്, അല്ലേ? അപ്പൊ അതിന്റെ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ എന്ന് പറഞ്ഞു വരുന്ന ആ വേർഡിന് ഫീലിങ്സ്, ആക്ഷൻസ് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. What is it? Experienced or done by 2 or more people or group, etc. നമുക്ക് if 2 people like each other, their liking is mutual. രണ്ടുപേരും തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം എന്താണ്? പരസ്പരം പരസ്പരം അത് മാച്ച് ആവുന്നതാണ്, അല്ലേ? അപ്പം മ്യൂച്വലി അവർ ഇഷ്ടപ്പെടുകയാണ്, അല്ലേ? മ്യൂച്വലി അതുപോലെ ആഡ് വെർബായിട്ട് നമുക്ക് മ്യൂച്വലിയെ ഉപയോഗിക്കാം. എങ്ങനെയാണ്? ദ എഗ്രിമെന്റ് വാസ് മ്യൂച്വലി സൈൻ ബൈ ദ ബ്രദേഴ്സ്. അവർ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമാണ് സൈൻ ചെയ്തത്. സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെർബാണ്. അപ്പം വെർബിനെ ക്വാളിഫൈ ചെയ്ത് ഏതാണ്? നേരത്തെയുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡിനാണ് നമ്മൾ ആഡ് വെർബ് എന്ന് പറയുന്നത്. അപ്പം മ്യൂച്വലി എന്ന് പറഞ്ഞ ആഡ് വെർബ് കൊണ്ടാണ് നമ്മുടെ വെർബിനെ എൻഹാൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഷെയർ. ഷെയർ ഇവിടെ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. അത് ജസ്റ്റ് വൺ വേർഡിൽ നമുക്ക് പറയാം. നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പോർഷൻ ഓഫ് എ ഹോൾ ഗിവൺ ഓർ ടേക്കൺ ഫ്രം അനദർ, ഈച്ച് ഓഫ് ഈക്വൽ പാർട്സ് ഇൻ വിച്ച് എ കമ്പനീസ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ്, ഗിവിംഗ് ദ ഓണർ ഓഫ് ദ ഓണർ എ പോർഷൻ ഓഫ് പ്രോഫിറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. വേർ ഈസ് മൈ ഷെയർ ഓഫ് ഐസ്ക്രീം? എന്താ? എനിക്ക് തരാനുള്ള ഐസ്ക്രീം, എനിക്ക് കിട്ടാനുള്ള ഐസ്ക്രീമിന്റെ ഷെയർ എവിടെ? ഒരു സാധനത്തിന്റെ ഷെയർ എവിടെ എന്നാണല്ലോ ചോദിക്കുന്നത്. ഓക്കെ. മൈ അങ്കിൾ ഹാസ് ബോട്ട് ഷെയർസ് ഓഫ് ടെൽകോ. എന്താ? ടെൽകോയുടെ ഷെയർസ്, ഒരു കുറച്ച് ഭാഗങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ നൗൺ ആണല്ലോ. ഇനി അതുപോലെ നമ്മുടെ ഷെയറിനെ നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഹാവ് or use with others, participate in. എക്സാമ്പിൾ നോക്കുക, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. പ്ലീസ് ഷെയർ ദീസ് നോട്ട്സ് എമംഗ് യുവർ സെൽഫ്. എന്താണ്? നിങ്ങൾ തമ്മിൽ നിങ്ങൾ ഈ നോട്ട്സ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്നാണ് പറയുന്നത്, അല്ലേ? അവിടെ അത് വെർബായിട്ട് ഒരു ആക്ഷൻ ആയിട്ടാണ് അവർ വരുന്നത്. ഓക്കെ. വി അറ്റൻഡഡ് ദ പാർട്ടി ടു ഷെയർ ഇൻ ദ സെലിബ്രേഷൻസ്. എന്താ? ഞങ്ങൾ എന്തിനാ പാർട്ടിയിൽ പങ്കെടുത്തത്? ഞങ്ങളുടെ ഈ ഒരു എന്റർടൈൻമെന്റും അതും ഞങ്ങളുടെ ഫണ്ടും എല്ലാം അതിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വെർബായിട്ടാണ് അവിടെ ഷെയറിന് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി റിട്ടേണിനെ നമുക്ക് വെർബായിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണ്? കം ഓർ ഗോ ബാക്ക്, സെൻഡ് ഇറ്റ് ഓർ ബ്രിങ് ബാക്ക്, സെൻഡ് ദ ബോൾ ബാക്ക്. ഓക്കെ. അങ്ങനെയാണ് ഈ റിട്ടേണിനെ നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് സെന്റൻസിൽ അപ്ലൈ
റിട്ടേൺ ഇറ്റ് സൂൺ, എന്താ വേഗം തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ നെക്സ്റ്റ് വേർഡാണ് രജിസ്റ്റർ. രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഒഫീഷ്യൽ ലിസ്റ്റ്, ഒരു ടെക്സ്റ്റ്, ഒരു ബുക്കിന് നമ്മൾ ഇത് രജിസ്റ്റർ, ഇത് നമ്മൾ സൈൻ ചെയ്യുന്ന രജിസ്റ്റർ എന്നൊക്കെ പറയില്ലേ, അതായിട്ട് ഉപയോഗിക്കും. ബുക്ക് ഇൻ വിച്ച് ഐറ്റംസ് ആർ റെക്കോർഡഡ് ഫോർ റെഫറൻസ്, ഫോം ഓഫ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ്. ചില സമയത്ത് രജിസ്റ്റർ ഇട്ട് ഇൻ യുവർ മെമ്മറി എന്നൊക്കെ പറയത്തില്ലയോ, മെമ്മറിയിൽ സൂക്ഷിച്ചു. ലീഗൽ മാറ്റേഴ്സ് ആർ റിട്ടൺ ആൻഡ് ലീഗൽ രജിസ്റ്റേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന്. ഇനി വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുക എവിടെയാണ്? നോട്ട് ഡൗൺ ഫോർമലി ഇൻ റൈറ്റിംഗ്. രജിസ്റ്റർ, ഞാൻ പറഞ്ഞ പോലെ രജിസ്റ്റർ ഇറ്റ് സംവെയർ നമ്മൾ പറയല്ലോ. മേക്ക് എ മെന്റൽ നോട്ട് ഓഫ്, മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക. ഷോ ഇമോഷൻ ഓൺ ഫേസ്. അതുപോലെ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻസിൽ വരുന്നതിന് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് എക്സ്പ്രഷൻസ് ഒക്കെ നമ്മുടെ ഫേസിലൂടെ രജിസ്റ്റേർഡ് ആവും വേറൊരാളുടെ മൈൻഡിലേക്ക്. വേറെ കൺവേ, അതൊരു വെർബാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഗിൽറ്റ്. adjective overlaid with gold. Example, the gilt dome of the temple glittered in the sky. എന്താണ്? gilt dome of the temple is gilt dome of the temple glittered in the sky. gilt dome എന്താ? overlaid with gold. ഒന്നുകൂടെ ഒരു adjective ആക്കി, ആ നൗണിനെ മോഡിഫൈ ചെയ്തേക്കാണ് അവിടെ ഗിൽറ്റ് എന്ന് പറഞ്ഞ adjective ഉപയോഗിച്ചു. ഓക്കെ. ഇനി ഗിൽറ്റ് ഫണ്ട്സ് ഓഫ് സെക്യൂരിറ്റി സെക്ടർ ഹാവിങ് ഹൈ ഡിഗ്രി ഓഫ് റിലയബിലിറ്റി ആണ്. അസറ്റിനെ നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കും. ഒരു തിങ് ആയിട്ടോ ഉപയോഗിക്കും. യൂസ്ഫുൾ ഓർ വാല്യുബിൾ പേഴ്സൺ ഓർ തിങ്, പേഴ്സൺ ഓർ തിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് വൺ, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഫില്ല് ചെയ്യുക. ഒരെണ്ണം ഞാൻ പറയാം. ഐ സെൻഡ് മൈ ആപ്ലിക്കേഷൻ ഫോം ടു ദി യൂണിവേഴ്സിറ്റി ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. എങ്ങനെയാണ്? രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് ഫില്ല് ചെയ്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് വെച്ച് ഫില്ല് ചെയ്യുന്നുള്ളത് നമ്മുടെ ആൻസർ പോർഷനിലുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ നോക്കണം, അല്ലാതെ അതിൽ നിന്ന് നേരെ എഴുതി വെക്കരുത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഗ്രാമറിൽ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടീഷണൽ ക്ലോസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു കണ്ടീഷനെ സ്റ്റേറ്റ് ചെയ്താണ്, ഒരു കണ്ടീഷൻ അവിടെ പറയപ്പെട്ടിരിക്കുന്നു. ഓക്കെ. നമുക്ക് നോക്കാം. എ കണ്ടീഷണൽ ക്ലോസ് ഇസ് എ ടൈപ്പ് ഓഫ് സബോർഡിനേറ്റ് ക്ലോസ് മോസ്റ്റ് കോമൺലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കൺജങ്ഷൻ ഇഫ് ഓർ അൺലെസ്. ഇഫ് ഓർ അൺലെസ് എന്ന് പറഞ്ഞ വേർഡ്സ് മിക്കപ്പോഴും എവിടെ കാണും? നമ്മുടെ കണ്ടീഷണൽ ക്ലോസിൽ കാണും. ലൈക്ക് മോസ്റ്റ് സബോർഡിനേറ്റ് ക്ലോസസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കൺജങ്ഷൻ, ദ കണ്ടീഷണൽ ക്ലോസസ് ക്യാൻ ഈതർ ഗോ ബിഫോർ ദ മെയിൻ ക്ലോസ് ഓർ ആഫ്റ്റർ ഇറ്റ്. കണ്ടീഷണൽ ക്ലോസസ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടാം? ഒന്നെങ്കിൽ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കില്ല ഒരു സെന്റൻസിൽ, ഒന്നെങ്കിൽ അതിന്റെ മുന്നിൽ കാണും, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ കാണും. അതിനെ നമ്മൾ തരംതിരിച്ച് പറയും. ഓക്കെ. അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടീഷണൽ ക്ലോസ് ടൈപ്പ് 1. അത് ടൈപ്പ് 1 കണ്ടീഷണൽ ക്ലോസ് 1 എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് മണി നൗ യു വോണ്ട് ബി ഏബിൾ ടു സേവ് ഇനഫ് ഫോർ എ ന്യൂ കാർ. നീ ഇപ്പം മണി ഇൻവെസ്റ്റ് എന്താ sorry, I was lost. If you don't invest money now you won't be able to save enough for a new car. നീ ഇപ്പോൾ ആണെങ്കിൽ ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടി നിന്റെ പൈസ നീ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെയൊക്കെ ഓർക്കൂ, ഇൻവെസ്റ്റ് ചെയ്തില്ലേ പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സേവ് ചെയ്യാൻ പറ്റില്ല. ഈ കാർ വാങ്ങിക്കാനുള്ള പൈസ നിനക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരുന്നുണ്ട് അവിടെ. ഇഫ് എ പേഴ്സൺ ബൈസ് ഗിൽറ്റ് ഫണ്ട്സ് ഹിസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ക്വയറ്റ് സെക്യൂർ. ഇവൻ ഗിൽറ്റ് ഫണ്ട് വാങ്ങിച്ചാൽ അവന്റെ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂർ ആയി മാറും എന്നാണ് പറഞ്ഞത്. വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ബാക്കി സെന്റൻസ് കൂടെ വായിക്കാം. അതിനുശേഷം ഓൾ ദ സെന്റൻസസ് ബിഗിൻ വിത്ത്, ഈ സെന്റൻസസ് ഒക്കെ ഏത് വെച്ചാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇഫ് വെച്ചാണ് തുടങ്ങുന്നത്. ഓൾ ഓഫ് ദം ഇൻഡിക്കേറ്റ് എ കണ്ടീഷൻ. എല്ലാവരും എന്തുണ്ട്? ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു എന്താ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ഓക്കെ. സെന്റൻസസ് കൺസിസ്റ്റ് ഓഫ് 2 ക്ലോസ്. ഇഫ് ക്ലോസ് ഇൻഡിക്കേറ്റിംഗ് എ കണ്ടീഷൻ. ഇഫ് വരുന്ന ക്ലോസിനെ നമ്മൾ ഇഫ് ക്ലോസ് എന്നും, അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു കോമ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ട് വരില്ല, അതിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നും പറയും. അതെന്താണ് പറയുന്നത്? ഈ സംഭവം സംഭവിച്ചാൽ അല്ലെങ്കിൽ സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആയി മാറും. റിസൾട്ട് ആണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ കണ്ടീഷൻ റിസൾട്ട് പറയുന്നതാണ് മെയിൻ ക്ലോസിൽ കാണിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് ഇഫ് വരുന്നത് കണ്ടീഷണൽ ക്ലോസ്, മറ്റേത് മെയിൻ ക്ലോസ്. ഓക്കെ. the verb in the if clause is present tense. ഈ verb ഈ present നമ്മുടെ കണ്ടീഷണൽ ക്ലോസിൽ അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ കണ്ടീഷണൽ ക്ലോസിൽ ഇഫ് ക്ലോസിൽ ഈ എന്തായിരിക്കും? വെർബ് എന്തായിരിക്കും? പ്രസന്റ് ടെൻസിലായിരിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെ ഇപ്പം സ്പെൻഡ് ചെയ്താൽ എന്ന് പറയുന്നതെല്ലാം പ്രസന്റ് ടെൻസിൽ. ഇഫ് ദ വെർബ് ഇൻ ദ അതർ ക്ലോസ് ഈസ് ഇൻ ദ പ്രസന്റ് ടെൻസ് ഇൻഡിക്കേറ്റിംഗ് എ റിസൾട്ട് ഓർ ഇഫക്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. വെർബ് ഇൻ ദ
clause, the verb in other clause is in the present tense indicating a result. മറ്റേതും present tense ആയിരിക്കും, പക്ഷെ അത് ഫ്യൂച്ചർ കാര്യമായിരിക്കും പറയുന്നത്. ഓക്കെ, ദീസ് ടൈപ്പ് ഓഫ് സെന്റൻസസ് ആർ കോൾഡ് ടൈപ്പ് 1 കണ്ടീഷണൽ ക്ലോസ്. ഓക്കെ, അങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ചെക്ക് പ്രോഗ്രസ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അത് ഫിൽ ചെയ്യുക. ഓക്കെ, ഇനി കണ്ടീഷൻ ക്ലോസ് 2 പറയുന്നത് എന്താണ്, അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. If it rains, we won't be able to play cricket outdoors. In rain, മഴ പെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല. ഇഫ് ദേ ഓഫേർഡ് മീ എ ജോബ് ഐ വുഡ് ആക്സെപ്റ്റ് ഇറ്റ്. അയാൾ എനിക്ക് ഓഫർ ചെയ്തായിരുന്നെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തേനെ. അപ്പോൾ അതിൽ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം നമുക്ക്. ദ വെർബ് ഇൻ ദ ഇഫ് ക്ലോസ് ഈസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. എപ്പോഴും ഇഫ് ക്ലോസിലുള്ള വെർബ് എന്തായിരിക്കും, ഇതിനകത്തെ ഈ ടൈപ്പ് ഓഫ് സെന്റൻസിലെ ഇഫ് ക്ലോസിലുള്ള വെർബ് എപ്പോഴും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. വൈൽ ദ വെർബ് ഫോം ഫോർ ദ മെയിൻ ക്ലോസ് ഈസ് പോസിറ്റീവ് verb first form. Okay, what is the difference in the meaning and use between type 1 and conditional clause? Compare these examples. If it rains, we won't be able to play cricket എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ക്ലോസും ടൈപ്പ് 1 ക്ലോസും. ഇഫ് ഇറ്റ് റെയിൻഡ് വി വോണ്ട് ബി ഏബിൾ ടു പ്ലേ ദ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 ആണ്. ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ദർ ഈസ് എ റിയൽ പോസിബിലിറ്റി. അതിനകത്ത് എന്താണ്, ടൈപ്പ് 1-നകത്ത് എന്താണ്, ഒരു മഴ പെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തേനകത്ത് എന്താ ഇത്, അത് പാസ്റ്റ് നടന്ന കാര്യമാണ്, അത് സംഭവിച്ചില്ല. മഴ പെയ്തായിരുന്നെങ്കിൽ, പെയ്തില്ലല്ലോ, പക്ഷെ പെയ്തായിരുന്നെങ്കിൽ, ഈ പക്ഷെ പെയ്തായിരുന്നെങ്കിൽ എന്നാണ് രണ്ടാമത്തെ ടൈപ്പിൽ പറയുന്നത്. ഫസ്റ്റ് ടൈപ്പിൽ എന്താ, പെയ്താൽ എന്നാ പറയുന്നത്. മഴ പെയ്താൽ ചാൻസസ് ഉണ്ട് പെയ്യാനുള്ള. രണ്ടാമത്തെ ടൈപ്പിനകത്ത് എന്താ, പെയ്യാനുള്ള ചാൻസേ ഇല്ല, അല്ല പെയ്തിട്ടില്ല. The same in the case with sentence 1 to above. In none of the cases, if condition expected to happen, it is only an imagined possibility. In all such cases we use the past tense for if clause. In രണ്ടാമത്തേനകത്ത് സംഭവമൊക്കെ നടന്നു കഴിഞ്ഞു, അത് ഇനി നടക്കുകയില്ല, നടന്നതുമില്ല. അപ്പോൾ ഏതാണത്, പാസ്റ്റ് ടെൻസ് ആണ് എപ്പോഴും ഇഫ് ക്ലോസിനകത്ത് വെർബ് വരുന്നത്. ആൻഡ് വുഡ് പ്ലസ് പോസിറ്റീവ് വെർബ് ഫസ്റ്റ് ഫോം ഓഫ് ദ മെയിൻ ക്ലോസ്. എപ്പോഴും പോസിറ്റീവ് ഫോം ഓഫ് ദ, അതായത് മെയിൻ ക്ലോസ് എപ്പോഴും ടൈപ്പ്, അതായത് ഒന്നും കൂടി പറയാം, ടൈപ്പ് 2 സെന്റൻസിനകത്ത് ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ ഇഫ് കണ്ടീഷണൽ ക്ലോസിൽ എന്തായിരിക്കും, നമ്മുടെ വെർബ് എപ്പോഴും പാസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, നടന്നിട്ടുമില്ല. അതിൻ്റെ തന്നെ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും, വെർബ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നടന്നില്ലല്ലോ, മഴ പെയ്തില്ലല്ലോ, പെയ്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്തില്ല, നമ്മൾ കളിക്കാനും പറ്റിയില്ല, ക്രിക്കറ്റ് കളിക്കാനും പറ്റിയില്ല എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ഫില്ല് ചെയ്യാനാണ്. ഇനി പ്രൊനൗൺസിയേഷൻ ആണ്, സിമ്പിൾ ആണ്. ഞാൻ ജസ്റ്റ് 1-2 വായിക്കാം. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന കുറച്ച് എന്താണ് നമ്മുടെ വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിനാൻസ്, ഫിനാൻഷ്യൽ, ഷെയർ, ബുള്ളറ്റിൻ, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇത് രണ്ട് സംഭവങ്ങൾ, രണ്ട് വേർഡ്സ് സെയിം, ഓൾമോസ്റ്റ് സിമിലർ പ്രൊനൗൺസിയേഷൻ വരുന്നതാണ്. അത് തെറ്റാൻ പാടില്ല, അതും ഞാൻ 1-2 പറയാം. ഷെയർ, ഷീർ, ഡിയർ, ഡീർ, എയർ, ഇയർ, ഫെയർ, ഫിയർ, ഇങ്ങനെ പറയുന്നതാണ് അതിന് തമ്മിലുള്ള ഡിഫറൻസ്. അത് ശ്രദ്ധിച്ച് നമ്മുടെ എന്താണ് നോക്കിയും കണ്ട് നമ്മുടെ സ്പെല്ലിങ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ തന്നെ ആ വേർഡ്സ് കറക്റ്റ്. ഇനി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനാണ്. നെയിം ഓഫ് ദ കസ്റ്റമർ, ബ്ലോക്ക് ലെറ്റേഴ്സ് എഴുതുന്നുണ്ട്. കസ്റ്റമറിന്റെ പേര് ആദ്യം എഴുതേണ്ട ഒരു ഫോമിനകത്ത്. ബ്ലോക്ക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. പിന്നെ അഡ്രസ്സ് എഴുതണം, പിന്നെ ഓഫീസ് അഡ്രസ്സ് എഴുതണം, ഫോൺ നമ്പർ എഴുതണം, DDMMYYY എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ് എഴുതണം, മന്ത് എഴുതണം. മന്ത് ഇപ്പം 1 ഡിജിറ്റ്, ഇപ്പം ഫെബ്രുവരിയാണ്. മാർച്ച് ആണെങ്കിൽ എങ്ങനെ എഴുതും, മാർച്ച് ആണെങ്കിൽ എന്ത് എഴുതും, 03 എന്ന് എഴുതും. ഫെബ്രുവരി ആണെങ്കിൽ എന്ത് എഴുതും, 02 എന്ന് എഴുതും. പിന്നെ ഇയർ എഴുതണം, അങ്ങനെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം, പിന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം ഒക്കെ എഴുതണം. ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത്. അതൊരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ സ്റ്റഡി വെൽ അബൌട്ട് ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ ഡീൽ ചെയ്യുന്ന വേർഡ്സുകൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് വരും. ഓക്കെ, അതുപോലെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്യേണ്ടത്. അത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.